ചെറിയ മോനും കൂടി ബൈക്കിൽ പോവാണ് കേട്ടോ. അപ്പോൾ എവിടെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ എത്താൻ ഏകദേശം 1 മണിക്കൂർ സമയമുള്ള ആ ടൈമിലാട്ടോ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു 2:30-2:45 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി ബിരിയാണിയും കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളൊരു 12:45 1 മണി ആ ടൈമിലാട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പ്രോഗ്രാമിന് പോകാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ളവരൊക്കെ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 10 മണിയൊക്കെ ആയപ്പോഴാട്ടോ അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേന് എൻ്റെ ഫ്രണ്ടൊക്കെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കറക്റ്റ് ലൊക്കേഷനൊക്കെ അവൾ സെൻഡ് ചെയ്തു. അപ്പോൾ ആ ലൊക്കേഷൻ നോക്കിയിട്ട് അങ്ങനെ പോവാട്ടോ ചെയ്തത്. ഒരു 4 മണി 4:15 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടോ. MCP കൺവെൻഷൻ സെൻറ്റർ തൃശ്ശൂർ ഇരിങ്ങാലക്കുട ഉണ്ടോ സ്ഥലം. അവിടെ എങ്ങനെയാണ് പ്രോഗ്രാം നടക്കുന്നത്. ഇതാണ് ആ കൺവെൻഷൻ സെൻറ്റർ കേട്ടോ. ഇനി ബാക്കി വിശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് കാണാം. എല്ലാം ഇതിൽ പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങളെ ഫ്രണ്ട്സാട്ടോ. അവരൊക്കെ ബസ്സിൽ വന്ന ആൾക്കാരാണ്. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾക്ക് ഗസ്റ്റിൻ്റെ ടാഗൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങി കഴുത്തിലൊക്കെ ഇട്ടിരുന്നു. ശുണ്ടാപ്പി ഇമ്പം കുടിക്കുകയാണ്. ഷാനയുടെ ഹസ് അതിൻ്റെ ഹസ്. ഇവർ രണ്ടാളും കപ്പിൾസാട്ടോ. കണ്ടില്ല മഞ്ഞ ഡ്രസ്സ് ഇട്ട് കണ്ടിരിക്കുന്നു. അവിടെ കുറച്ചു നേരം തട്ടിത്തരിഞ്ഞിരുന്ന് കണ്ട് പിന്നെ ഉള്ളിലേക്ക് പോയിട്ടോ പ്രോഗ്രാമൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അവിടുന്ന് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ കാത്തിരുന്ന ആ സമയം വന്നു കേട്ടോ. എനിക്ക് മൊമെൻ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ പോയത്. അപ്പോൾ അതൊക്കെ കിട്ടി. നല്ല അടിപൊളി മൊമെൻ്റ് തന്നെയായിരുന്നു കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇങ്ങനെ അതൊക്കെ കിട്ടി ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മളെ താരം എത്തിയത് കേട്ടോ. നമ്മളെ ഷാഫിക്ക കാണാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ്. കാരണം നമ്മളെ പഴയ പാട്ടിൻ്റെ രാജകുമാരന്മാരാണല്ലോ നമ്മുടെ ഷാഫിക്കും അതുപോലെ സെലീം കോടത്തൂരൊക്കെ. അപ്പോൾ അതിലൊരാളെ കണ്ടതിൽ നല്ല സന്തോഷമുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ടൊക്കെ കാണുന്ന വീഡിയോയില് ഡാൻസൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ അത് ഷോർട്സിന് വേണ്ടിയിട്ട് എടുത്തുവെച്ച ഭാഗം കേട്ടോ. ഷാഫിഖാൻ്റെ ലോങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് കണ്ടുങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ. ഇപ്പം ഞാനീ നിന്ന് തുള്ളണത് ആരെ പാട്ട് കേട്ടിട്ടാന്നല്ലേ, നമ്മളെ കണ്ണൂർ സിൻത്താൻ്റെ കേട്ടോ. അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ആ കോളേജിലെ ഫുള്ള് കുട്ടികളും നല്ല ഡാൻസ് കളിച്ചിട്ടും ഒക്കെ. പിന്നെ നല്ല സപ്പോർട്ടാട്ടോ എല്ലാവരും. നമ്മളെ കാണുമ്പോൾ തന്നെ നല്ലൊരു എന്താ പറയുക ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്ന് പറയുമ്പോൾ അവർക്കൊരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും നല്ല സംസാരവും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഡാൻസൊക്കെ കളിച്ചു. നമ്മൾ യാത്ര പോകും അങ്ങനെ ഒക്കെ കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞു. അടിപൊളി. എങ്ങനെയുണ്ട് അടിപൊളി മോളെ, ഒന്നും പറയാല്ല, ഒരു രക്ഷയില്ല. നമ്മളെ ഷാഫിക്കും സീനത്തി എൻ്റെ മക്കളെ അതിന് പാർട്ടി വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പം എങ്ങനെയാ ഞങ്ങളെ പൊളിച്ച് തമിഴ്ത്ത് ഞങ്ങൾ കെട്ടിയമാരെ അഭിപ്രായം ചോദിച്ചത്. അതെ അവിടെ അങ്ങനെ പ്രോഗ്രാമൊക്കെ അടിപൊളി പ്രോഗ്രാം ചെയ്യുന്ന മക്കളെ, ഒന്നും പറയാനില്ല. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ 10 മണി, ഇനി വീട്ടിലേക്ക് എത്തുമ്പോഴത്തേന് 12 മണിയാവും കേട്ടോ. ഒരാടെ ഭാവി അല്ലേ, നിങ്ങളവിടെ ഭാവി ചർച്ച ചെയ്യാണ്. ആ കുട്ടി അതെ ഏത് ഈ ചെറുതിനെ ഈ പൈതലിന് കെട്ടാൻ പോതി. പോക്സോ കേസിന് കേസ് എടുക്കണം കേട്ടോ. പോക്സോക്ക്
പോക്സോ പോസ്കോ പോക്സോ നിയാസ്കോ എങ്ങനെയുണ്ട് പ്രോഗ്രാം ഒക്കെ? അയ്യോ അങ്ങനെയല്ല പ്രോഗ്രാം ഒന്നും പറയാനില്ല. അടിച്ച് പൊളിച്ച് മക്കളെ തിമർത്ത് വീഡിയോ നമ്മള് ഓ മോനെ. അങ്ങനെ എല്ലാരോടും ചാറ്റ്. ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളു മക്കളെ, ഇനി ഇതിനും കൂടുതൽ വീഡിയോ ഒന്നും ഇല്ല, കുറച്ചല്ലേ ഉള്ളു കേട്ടോ ഞാൻ എടുത്തിട്ട്. അപ്പൊ സന എന്താ പറയാനുള്ളത്? പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? ഞങ്ങൾക്കൊരു അടിച്ചാപ്പൊളി മൊമെന്റ് ഒക്കെ കിട്ടിയിരിക്കണം കേട്ടോ. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇടുന്നുണ്ട്. അപ്പൊ ടാറ്റ ബൈ ബൈ.